വീക്കം വരുന്നത് ഒരു നീര് വീഴ്ച പോലത്തെ ഒരു സംഭവമാണ് ഈ എൻസെഫാലിറ്റിസ് എന്ന് പറയുന്നത് അല്ലേ. സോ അമീബിക് മെനിഞ്ചോ എൻസെഫാലിറ്റിസ് കോഴിക്കോടിൽ വന്നിരിക്കുകയാണ്. സോ ദിസ് ഹാസ് ബീൻ ഓൺ ആൻഡ് ഓഫ് 2024 ഈ പ്രശ്നം കേരളം നേരിട്ടിരുന്നു. കേരളം ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിരുന്നു. കേരള വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ടു ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഡിസീസ് as well. Okay, so what exactly is amoebic meningoencephalitis? Okay, it is caused by free living amoeba. Amoeba എന്ന് പറയുന്നത് എന്താ? What is amoeba? What is amoeba? Unicellular organism. Does it have a shape? No. No. It keeps changing its shape. അല്ലേ? അതാണ് അമീബയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അമീബ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ആൻഡ് ദിസ് അമീബിക് മെനിഞ്ചോഎൻസെഫാലിറ്റിസ് ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ Naegleria fowleri. Naegleria fowleri. Okay, it is caused by this particular amoeba, Naegleria fowleri, that is free living amoeba in warm and stagnant fresh water. Okay, warm and stagnant. ഇതിന് വേണ്ടത് ഒരു warm ആയിട്ടുള്ള ഒരു stagnant ആയിട്ടുള്ള ഒരു വെള്ളം water body ഉണ്ടെങ്കിൽ this particular amoeba can exist in this or thrive in this particular water. And once it has been infected, once this particular Naegleria fowleri has infected the body, it has a very high fatality rate. 97% കൂടുതൽ fatality rate ആണുള്ളത്. There's a very high chance that the person might not survive in spite of ഈ പറയുന്ന ഡയഗ്നോസിസ് ഒക്കെ ചെയ്താലും പെട്ടെന്ന് തന്നെ സർവൈവൽ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. Okay, so what causes this particular disease? It is Naegleria fowleri. It is a free living amoeba in warm fresh water, stagnant aitla warm aitla fresh water, not a flowing fresh water. Okay, so it is known as the brain eating amoeba. It enters the brain through the nasal passages. അതായത് ഇത് ഡയറക്ട്ലി മൂക്കി കൂടിയാണ് എൻ്റർ ചെയ്യുന്നത്. അതായത് ഇപ്പം കുളത്തിൽ കുളിക്കുമ്പം സ്വിമ്മിംഗ് പൂൾസിൽ കുളിക്കുന്ന സമയത്ത് ക്ലീൻ അല്ലാത്ത സ്വിമ്മിംഗ് പൂൾസിലൊക്കെ കുളിക്കുന്ന സമയത്ത് what happens if this particular amoeba is there, it directly enters through the nasal passage. Okay, human to human contactൽ ഇത് അങ്ങനെ person to person സ്പ്രെഡ് ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മൾ പൊല്യൂട്ടഡ് വാട്ടർ കൺസ്യൂം ചെയ്യുമ്പോഴും ഇത് സ്പ്രെഡ് ചെയ്യാറില്ല. ഡയറക്റ്റ് നോസിൽ കൂടിയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. Okay, when you are swimming or you are playing inside water, stagnant water, അങ്ങനെ ക്ലീൻ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് when you are inside this particular water body, ആ ഒരു സമയത്താണ് ഇത് ഡയറക്ട്ലി മൂക്കി കൂടി ഇൻഹേൽ ചെയ്യുമ്പോഴാണ്, നേസൽ പാസേജസ് കൂടി കയറുമ്പോഴാണ് ഇത് എഫക്റ്റഡ് ആവുന്നത്. ആൻഡ് ഇറ്റ് കോസസ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു ബ്രെയിൻ ടിഷ്യൂ. Alright, so it is known as the brain eating amoeba. It enters the brain through the nasal passages and it causes significant damage to the brain's tissue. Though this particular primary amoebic meningoencephalitis cannot spread from person to person or through the consumption of polluted water, children are especially at risk. കുട്ടികളാണ് ഈ ഒരു ഡിസീസിന് ഏറ്റവും കൂടുതൽ റിസ്കിലുള്ളത്. Okay, especially because of weakened immunity system, etc. Fine. So remember that the way this particular disease spreads is not person to person. ഒരാൾക്ക് ഇൻഫെക്ഷൻ ആയി എന്ന് കരുതി അടുത്ത ആൾക്ക് ഇത് ഇൻഫെക്ഷൻ പകരില്ല. ഇത് വെള്ളത്തിൽ നമ്മൾ ഇടപെടുകയോ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഡയറക്റ്റ് നേസൽ പാസേജിൽ കൂടി മാത്രമേ ഇത് കയറുള്ളൂ. ഡയഗ്നോസിസ് ആൻഡ് സിംറ്റംസ്: ഹെഡേക്ക്, ഫീവർ, നോസിയ, വോമിറ്റിംഗ്, ഹാലൂസിനേഷൻസ്, ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് ഈ കാരണം ഇത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഹാലൂസിനേഷൻസും അതേപോലത്തെ ഭയങ്കര അസ്വസ്ഥത, നിപ്പയ്ക്ക് വരുന്ന അസ്വസ്ഥത, നിപ്പ വൈറസ് ഓൾസോ ഡയറക്ട്ലി എഫക്ട്സ് ദ ബ്രെയിൻ, റൈറ്റ്? അതുപോലെ തന്നെ ഇതിനും അത്യാവശ്യം നല്ല രീതിയിൽ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് ബിക്കോസ് ഇറ്റ് ഈസ് ഓഫൻ കൺഫ്യൂസ്ഡ് വിത്ത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ദർ ഈസ് ഓൾസോ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. അതുകൊണ്ട് തന്നെ ഇത് വന്നാൽ തന്നെ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ചിലപ്പം ചാലഞ്ചിങ് ആയിട്ട് വരും. ബിക്കോസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഓൾസോ ഹാസ് ഓൾമോസ്റ്റ് സിമിലർ സിംറ്റംസ് ആൻഡ് ഈ പറയുന്ന ഹെഡേക്കും ഫ്ലൂവും ഒക്കെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിലും
കാണിക്കുന്ന സിംറ്റംസ് ആണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻഫെക്ഷൻ ഓഫ് ദി മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കവർ ഓഫ് ദി ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ഓക്കെ, അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുന്നു. ദാറ്റ് ഈസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, ബാക്ടീരിയ കാരണം വരുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ആൻഡ് ദിസ് ഇസ് അമീബിക് മെനിഞ്ചൈറ്റിസ്. ഇറ്റ് ഈസ് എ സിവിയർ ആൻഡ് പൊട്ടൻഷ്യലി ഫേറ്റൽ ഇൽനെസ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഇസ് ഓൾസോ ദി സെയിം, ഭയങ്കര സീരിയസ് ആണ്, പൊട്ടൻഷ്യലി ഫേറ്റൽ ഇൽനെസ് ആണ്. ഓക്കെ, മെനിഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കവർ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ദി ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഫൈൻ. Timely commencement of an antibiotic combination and early diagnosis are essential. A multidisciplinary team is involved in the treatment and the best medication schedule is still unknown. അതായത് ഇപ്പോഴും എന്താണ് കൃത്യമായിട്ട് കൊടുക്കേണ്ട മെഡിക്കേഷൻ എന്ന് അത്ര ക്ലിയർ അല്ല എന്നുള്ളതാണ് ഈ ഒരു ഡിസീസിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ഫൈൻ. It's still unknown that what combination of medicines would actually work. Fine. So timely commencement of an antibiotic combination and early diagnosis is very essential. And preventive actions to prevent amoebic meningitis: stay away from stagnant fresh water or wear nostril plugs. Okay, നമുക്ക് നോസ് പ്ലഗ്സ് കിട്ടും. നിങ്ങൾ സ്വിമ്മൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നോസ് പ്ലഗ്സ് യൂസ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ദി സ്വിമ്മിംഗ് പൂൾസ് ആർ പ്രോപ്പർലി ക്ലോറിനേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ഓക്കെ, it's very important that whichever stagnant water body you are entering into, നിങ്ങൾ അതിൻ്റെ ക്ലെൻലിനെസ് നോക്കി ഉറപ്പുവരുത്തി മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ there is a risk of this particular disease. Okay, amoebic meningitis. Now, what is Naegleria fowleri? It is often referred to as the brain-eating amoeba. Naegleria fowleri is a single-celled organism that lives in warm freshwater habitats like lakes, hot springs and unkept swimming pools. It is a minuscule organism, ഭയങ്കര unicellular ആണ്, അതുകൊണ്ട് തന്നെ you need a microscope to view it. The amoeba enters the body through the nose and can cause primary amoebic meningoencephalitis, a serious brain infection. So what causes this disease? It is Naegleria fowleri. This is how it looks, Naegleria fowleri. I hope the image is clear. Right? So when someone dives, swims or utilizes tainted water, which is polluted water, for religious ceremonies, ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ. ഇപ്പം ശ്രാദ്ധം കൊടുക്കുന്ന സമയത്ത് അല്ലെ, ബലിയിടുന്ന സമയത്തൊക്കെ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ആൾക്കാർ സ്വിം ചെയ്യുന്ന സമയത്ത്, ഡൈവ് ചെയ്യുന്ന സമയത്ത്, they usually pick up the amoeba through their mouth and nose. After that, it travels to the brain via the olfactory nerve, where it causes extreme inflammation and tissue damage. An infection with Naegleria fowleri does not transmit from one individual to another. ഒരാൾക്ക് വന്നു എന്ന് കരുതി അടുത്ത ആൾ തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ ഇത് അങ്ങനെ ട്രാൻസ്മിറ്റ് ആവില്ല. ഇത് ഡയറക്റ്റ് വെള്ളത്തിൽ കൂടി കയറുന്ന ഒരു അമീബയാണ്. Although infections are exceedingly uncommon, the human body is normally susceptible to Naegleria fowleri. അതായത് ഈ പറയുന്ന ഡിസീസ് ഇസ് ആക്ച്വലി അൺകോമൺ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ആൻഡ് ദിസ് വൺസ് ഇറ്റ് ഈസ് എഫക്റ്റഡ്, വൺസ് ദ ഹ്യൂമൻ ബോഡി ഈസ് അണ്ടർഗോയിങ് ദ ഇൻഫെക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് വെരി കേപ്പബിൾ ഓഫ് ഓവർകമ്മിങ് ദി ഇൻഫെക്ഷൻ. സോ എസ്പെഷ്യലി ഒരു കോംപ്രമൈസ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആൾ, അല്ലെങ്കിൽ ഒരു സൈനസ് ഹിസ്റ്ററി ഉള്ള ഒരാൾ, സൈനസിൻ്റെയോ അല്ലെങ്കിൽ നേസൽ പ്രോബ്ലംസിൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട്, ഒരു വാം ഫ്രഷ് വാട്ടർ അറ്റ്മോസ്ഫിയറിലോട്ട് ഇൻട്രൊഡക്ഷൻ നടന്നാൽ they are more susceptible or high chances of getting this particular infection. Okay, severe headache, fever, nausea, vomiting, stiff neck, disorientation. ഈ കള്ളു കുടിക്കുമ്പം ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആൾക്കാർ നടക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഡിസോറിയൻറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. സീജേഴ്സ് വരാം, ഹാലുസിനേഷൻസ് വരാം, ആർ among the symptoms that typically manifest within a week of infection. Okay, the illness spreads quickly and might cause death or a coma. Sadly, the odds of survival are slim. Okay, once affected, survival chances are very, very thin. Okay, there are very high chances that the person might be seriously ill. Fine. So, any doubts about this topic? Ningalun doubt undo? No, ma'am. No? Clear? Can I go ahead? Ananya, Naveen?
Clear, ma'am. Okay. So global plastic treaty ends without a deal. Okay, so the global plastic treaty ഉണ്ടാക്കാൻ ഒരുപാട് നാളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. But this has unfortunately ended without a deal recently. അപ്പം എന്താണ് ഇത് ബേസിക്കലി നമുക്ക് നോക്കാം. With a mandate to cover the full lifespan of plastics from design to disposal. Okay, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എൻറ്റയർ ലൈഫ് സ്പാൻ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു എന്താ പറയുക ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ UN Environmental Assembly passed a resolution in 2022 to draft a legally enforceable treaty to prevent plastic pollution. Legally enforceable എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ they are ലീഗലി എൻഫോഴ്സിബിൾ, ആ ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിട്ട് മാറ്റാൻ ആണ് ഈ അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ദി ജനീവ ടോക്സ്. INC എന്ന് പറയുന്ന ഇന്റർ ഗവൺമെൻറ്റൽ നെഗോസിയേഷൻ കമ്മിറ്റിയാണ് INC എന്ന് പറയുന്നത്. ഈ ജനീവ ടോക്സ് ഇന്റർ ഗവൺമെൻറ്റൽ നെഗോസിയേഷൻ കമ്മിറ്റി 5.2 ഓഗസ്റ്റ് 2025 കൂടിയായിരുന്നു. അവിടെ വെച്ച് ഇവർ ഈ പറയുന്ന നെഗോസിയേഷൻസിൻ്റെ ലാസ്റ്റ് റൗണ്ട് കണ്ടക്ട് ചെയ്തു before the treaty was supposed to be adopted. പക്ഷേ ആ സമയത്ത് ഡിസ്കഷൻസ് ബ്രോക്ക് ഡൗൺ. ആർക്കും ഒരു അഗ്രിമെൻറ്റിൽ വരാൻ പറ്റിയില്ല. അതായത് they had certain confusions regarding whether the convention should limit the manufacturing of new plastics or instead concentrate on waste management, reuse and better design among other things. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനിൽ ഈ ഒരു പ്ലാസ്റ്റിക് ട്രീറ്റി it did not solidify because of a little bit of confusions that the countries had about what exactly they want from the treaty. മൊത്തത്തിൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ നിർത്താനാണോ അതല്ലെങ്കിൽ നമ്മൾ ഇനി ഉള്ളതിനെ തന്നെ റീയൂസ് ചെയ്യാനും ബെറ്റർ മാനേജ് ചെയ്യാനും ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ കാരണമാണ് ഈ ഒരു ട്രീറ്റി സോളിഡിഫൈ ചെയ്യാണ്ടിരുന്നത്. ഫൈൻ. സോ വാട്ട് എക്സാക്ട്ലി ഈസ് എന്താണ് ഈ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്ലാസ്റ്റിക് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ എ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ, so more than 460 million metric tons of plastic are produced annually. Okay, അതായത് 460 മില്യൺ മെട്രിക് ടൺസ് ഓഫ് പ്ലാസ്റ്റിക് ആണ് ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിൽ റീസൈക്കിൾ ആവുന്നത് ജസ്റ്റ് 9% ആണ്. വെരി വെരി സ്മോൾ എമൗണ്ട്. ഈച്ച് ഇയർ 20 million tons of pollution enter the ecosystem. ഇതിൽ ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. കൺസ്യൂം ചെയ്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്ലാസ്റ്റിക് ഇരിപ്പുണ്ട്. അതിൽ നമ്മൾ വേസ്റ്റായിട്ട് തള്ളുന്ന 20 മില്യൺ ടൺ പൊല്യൂഷനായിട്ട് എക്കോസിസ്റ്റത്തിൽ കയറുകയാണ്. സോ ബൈ 2060 പ്ലാസ്റ്റിക് വേസ്റ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ട്രിപ്പിൾ. അത്രയും കൂടാൻ സാധ്യതയുണ്ട്. ഇനിയൊരു 60 മില്യൺ ടൺസ് വരെ കൂടാൻ സാധ്യതയുണ്ട്. സോ why the need for global plastic treaty? It is because we are producing excessively. Plastic ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 460 മില്യൺ മെട്രിക് ടൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് വെറും 9% ആണ്. എല്ലാ വർഷവും നമ്മൾ 20 മില്യൺ ടൺസ് എക്കോസിസ്റ്റത്തിൽ പൊല്യൂഷൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബൈ 2060 പ്ലാസ്റ്റിക് വേസ്റ്റ് ഇസ് പ്രൊജക്റ്റഡ് ടു ട്രിപ്പിൾ. ഫൈൻ. So approximately 1/5 of the world's plastic garbage is produced in India. India is one of the top contributors of plastic pollution. Okay, and നമ്മൾ വളരെ it's high time that we take a very 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 serious step towards controlling plastic pollution, because we are one of the greatest contributors of plastic pollution. Okay, Southeastern Asia, Sub-Saharan Africa, Southern Asia have the biggest emissions of plastic garbage. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു റീജൻസ് സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ, സബ് സഹാറൻ ആഫ്രിക്ക, സദേൺ ഏഷ്യ എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ നോർത്ത് ആണോ ഗ്ലോബൽ സൗത്ത് ആണോ? ഗ്ലോബൽ നോർത്ത് ആണോ ഗ്ലോബൽ സൗത്ത് ആണോ? Global South അല്ലേ? Global South അല്ലേ? Don't you think that the global South has an increased tendency of plastic pollution? Why would that be so? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഗ്ലോബൽ നോർത്ത്
ഗ്ലോബൽ നോർത്ത് പ്ലാസ്റ്റിക് കൺസ്യൂം ചെയ്യാത്തത് കൊണ്ടാണോ ഗ്ലോബൽ സൗത്തിൽ ഇത്രയധികം പൊല്യൂഷൻ ഉള്ളത്? എന്തായിരിക്കും ഡിഫറൻസ്? വാട്ട് വുഡ് ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു റീജിയൻസ്? നൗ ലെറ്റ്സ് ടേക്ക് പറഞ്ഞു കാത്തു. ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളല്ലേ. അവര് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് പിന്നെ ഇനി ചെയ്യാനൊന്നുമില്ലല്ലോ. ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു. വാട്ട് അബൌട്ട് ദിയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ? Is it that they are not consuming plastic? Do you think they're not consuming? They are അങ്ങനല്ല, consuming plastic, right? പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട് ഒരുപാട്. Okay. So what is the difference between global north and global south when it comes to plastic pollution? നമ്മളൊരു ഗ്ലോബൽ നോർത്തിലുള്ള ഒരു രാജ്യത്തിൽ പോകുമ്പോൾ, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൽ കൂടുതലുണ്ട്. എന്താ നവീൻ? അവിടെ റീസൈക്ലിംഗ് കൂടുതലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതായത് കളക്ഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ദിസ് വേസ്റ്റ് ഇസ് ബെറ്റർ വെൻ ഇറ്റ് കംസ് ടു ഗ്ലോബൽ നോർത്ത്. അവിടെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇല്ലെന്നല്ല, ബട്ട് വെൻ കമ്പയർഡ് ടു ഗ്ലോബൽ സൗത്ത് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എന്താ പറയുക, ഹാൻഡ്ലിംഗ് ടെക്നീക്ക് അവർക്ക് ഇച്ചിരിയും കൂടി അവർ നല്ല രീതിയിൽ ഈ പറയുന്ന വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ ഗ്ലോബൽ നോർത്തിന് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ഗ്ലോബൽ സൗത്ത് ഉള്ള രാജ്യങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഏറ്റവും വലിയ ഇഷ്യൂ നേരിടുന്നത് ഇറ്റ് ഈസ് ദാറ്റ് they do not have a proper system to collect ഈ പറയുന്ന പോലെ കളക്ഷനും അതേപോലെ നമ്മൾ റീസൈക്കിളിന് വേണ്ടി പ്രോസസ്സ് ചെയ്യുന്നതും ഇതൊക്കെ ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ വളരെ പുറകോട്ടാണ്. സോ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ, സബ് സഹാരൻ ആഫ്രിക്ക ആൻഡ് സദേൺ ഏഷ്യ ഹാവ് ദ ബിഗ്ഗസ്റ്റ് എമിഷൻസ് ഓഫ് പ്ലാസ്റ്റിക് ഗാർബേജ്. The source of plastic contamination are clearly divided. The global north employs regulated methods, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ collections and proper recycling, which results in less uncontrolled garbage. But the global south, including India, frequently relies on open burning for waste management. Okay, എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ നമ്മൾ ലാൻഡ് ഫിൽസിലൊക്കെ, നിങ്ങൾ ഏതെങ്കിലും ലാൻഡ് ഫിൽസ് കണ്ടിട്ടുണ്ടോ? ഡു യു നോ വാട്ട് എ ലാൻഡ് ഫിൽ ഈസ്? ഡു യു നോ വാട്ട് എ ലാൻഡ് ഫിൽ ഈസ്? എനി ഐഡിയ വാട്ട് എ ലാൻഡ് ഫിൽ ഈസ്? ബാരൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ലാൻഡ്സിൽ ചെന്ന് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു വേസ്റ്റ് സംഭവം. ഡംപ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് വൺസ് ദിസ് പെർട്ടിക്കുലർ വേസ്റ്റ് ഇസ് ഡംപ്ഡ്? ഡു യു തിങ്ക് എനിത്തിങ് കൻ ബി ഡൺ ഓൺ ദാറ്റ് ലാൻഡ്? നോ മാം. വൈ ഇസ് ഇറ്റ് സോ? ഓൾറെഡി പൊല്യൂട്ടഡ് ആണ്. ഓൾറെഡി പൊല്യൂട്ടഡ് ആണ്. നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആ ഒരു ലാൻഡ് മാറും. ആൻഡ് ഫൈനലി നൗ വാട്ട് ദേ ഡു ഇസ് ലാൻഡ് ഫിൽ റിക്ലമേഷൻ ഒക്കെ ചെയ്യാൻ അവർ ലാൻഡ് ഫിൽസിനെ പാർക്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ വൺസ് ലാൻഡ് ഇസ് ചോസൺ ആസ് എ ലാൻഡ് ഫിൽ, പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് എല്ലാ ദിവസവും ഈ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് കൊണ്ട് അവിടെ ഡംപ് ചെയ്യുക. ഓക്കെ, ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞ് അവർക്ക് അൺബെയറബിൾ ആയി തോന്നിയാൽ അത് കത്തിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പലയിടത്തും പല വീടുകളിലും ചവറ് കൂട്ടിയിട്ട് കത്തിക്കണ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടിൽ തന്നെ പല വീടുകളിലും ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആ ഒരു സമയത്ത് പോലും അതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ പലരും ആ പ്ലാസ്റ്റിക് വേസ്റ്റ് അതിൽ കത്തിക്കാറുണ്ട്. Okay, so what exactly is happening here, people? First of all, there is lack of awareness about what plastic does, what this fire, നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് എന്താണ്, വാട്ട് ഇറ്റ് ഡസ് ടു ദ ഹ്യൂമൻ ബോഡി, വാട്ട് ഇറ്റ് ഡസ് ടു ദി എൻവയൺമെൻറ്റ്, ഇതിനൊക്കെ പറ്റിയ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ഉണ്ട്. റൈറ്റ്? സോ ഓൾ ഓഫ് ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ഫർദർ ഈ പറയുന്ന ഒരു ഇഷ്യൂ വീണ്ടും അത് എഗ്രവേറ്റ് ചെയ്യാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? വളരെ ഫ്രീക്വൻ്റ്ലി ഇറ്റ് റിലൈസ് ഓൺ ഓപ്പൺ ബേണിംഗ് ഫോർ waste management. Because of 100% collection coverage and controlled disposal, high income countries do not rank among the top 90 polluters despite having greater rates of plastic trash output. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നല്ല, അവർക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ലെന്നല്ല, ഇവർ ആക്ച്വലി എന്താ ചെയ്യുന്നത്? വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗാർബേജ് കളക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ഓൾസോ പ്രോസസ്സിങ് ഇറ്റ്, വേണ്ട രീതിയിൽ ഇത് റീയൂസ് ചെയ്യാനും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. സോ ഹൈ ഇൻകം കൺട്രീസ് ഡു നോട്ട് റാങ്ക് ആസ് ദ ടോപ്പ് 90 പൊല്യൂട്ടേഴ്സ് ഡിസ്പൈറ്റ് ഹാവിങ് ഗ്രേറ്റ് റേറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഔട്ട്പുട്ട്. ഓൾറൈറ്റ്?
So remember the stark difference between global north and global south when it comes to plastic waste. It is to deal with ഈ ഒരു കളക്ഷൻ പ്രോസസ്സും അതിൻ്റെ റീസൈക്ലിംഗ് പ്രോസസ്സും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലോബൽ നോർത്ത് ഗ്ലോബൽ സൗത്ത് ഡിഫറൻസ് പറയുന്നത് തന്നെ. So can you tell me why there is high plastic pollution in a country like India? എന്തൊക്കെയാണ് കാരണങ്ങൾ? Can you tell me? Population. Okay, population. How is population and plastic related? കാരണം നമ്മുടെ രാജ്യത്തിലെ പോപ്പുലേഷന്റെ ആ ഒരു റേഷ്യോക്കകത്ത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലാണ്. എന്നുവെച്ചാൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ കൺസർവേഷൻ അല്ലെങ്കിൽ അതിന്റെ റീസൈക്ലിങ്ങിനെ പറ്റിയുള്ള ഒരു ബോധമുള്ള വളരെ കുറവാണ്. അപ്പം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനത്തുള്ള ഈ റേഷ്യോ കൂടുമ്പം അത്രത്തോളം പൊല്യൂഷനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്ന ആൾക്കാരും. Okay, very good. Yes, that is a very valid point, that majority of our population is unaware about how to deal with plastic waste. And നമ്മളിപ്പം ഒരു കടയിൽ പോയി, ഓക്കെ, ഐ ഡോണ്ട് നോ, മോസ്റ്റ് ഓഫ് മിക്ക മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സിറ്റുവേഷൻ ഇതാണ്. നമ്മളൊരു കടയിൽ പോകുമ്പോഴത്തേനും നമ്മൾ അവിടെ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയും എന്താ പറയുക, കിച്ചണിൽ വേണ്ട സ്റ്റോറേജിന് വേണ്ട നമ്മുടെ അമ്മമാർക്കൊക്കെ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു they feel very excited and they'll go and buy, they'll hoard plastic. അവിടെ നിന്ന് മേടിച്ചു, ഇവിടെ നിന്ന് മേടിച്ചു, വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അവരതിൽ they'll start storing things. Then definitely നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ, നമ്മുടെ ഫുഡ് ചെയിൻ, റെസ്റ്റോറൻറ്റ് ചെയിൻസിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്, റൈറ്റ്? പേപ്പർ ഇപ്പം വെരി റീസെൻ്റ്ലി ആണ് ഈ പേപ്പർ പാക്കേജിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. Earlier it was plastic, right? So what happens? People keep ordering. ഒരു ദിവസം ഓർഡർ ചെയ്യുന്നു, പിറ്റേ ദിവസം ഓർഡർ ചെയ്യുന്നു, വീണ്ടും ഇത് കുന്നുകൂടി വരികയാണ് ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ പൊല്യൂഷൻ ആൻഡ് പ്ലാസ്റ്റിക്? ആസ് പീപ്പിൾ ഇൻക്രീസ്, കൺസ്യൂമറിസം കൂടും, അല്ലേ? നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എമൗണ്ട് കൂടും. ആൻഡ് ഗൗതം പറഞ്ഞതുപോലെ ഈ പറയുന്ന പോപ്പുലേഷനിൽ മെജോറിറ്റി ഓഫ് ദി ആൾക്കാർക്ക് ഈ പ്ലാസ്റ്റിക് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ധാരണയില്ലാത്തവരാണ്. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മളിപ്പോൾ ഒരു കവർ കൊണ്ടുവരുന്നു, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. ഇപ്പോൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻഡാണ്. ഇപ്പോൾ പണ്ടൊക്കെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് കിറ്റ് കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ ആ കിറ്റ് കുറേയൊക്കെ നമ്മൾ റീയൂസ് ചെയ്യും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ കിറ്റുകളൊക്കെ നമ്മൾ കുറേയൊക്കെ റീയൂസ് ചെയ്യും. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കിറ്റ് നമ്മൾ കളഞ്ഞതിന് ശേഷം എന്ത് പറ്റുന്നു? ഇത് പോകുന്നത് ഒന്നില്ലെങ്കിൽ ലാൻഡ്ഫില്ലിലോട്ടോ കത്തിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? വി ആർ അഗൈൻ കോൺട്രിബ്യൂട്ടിങ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ, സോ മെയിൻ ആയിട്ട് പോപ്പുലേഷൻ ആൻഡ് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് ആ കൺസ്യൂമറിസത്തിൻ്റെ ടെൻഡൻസിയാണ്. more the population, more the chances of people consuming plastic, and plastic is affordable. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിപ്പോൾ ഒരു ചില്ലിൻ്റെ കുപ്പി മേടിക്കുന്നതിലും പ്ലാസ്റ്റിക് കുപ്പി മേടിക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് ഇന്ത്യ ബീയിങ് ദ കൺട്രി ഇറ്റ് ഈസ് കൂടുതലും പോപ്പുലേഷൻ, പാവപ്പെട്ട പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഈസ് മോർ അഫോർഡബിൾ ഇൻ ദിയർ കിച്ചൺസ്. പ്ലാസ്റ്റിക് ഈസ് മോർ അഫോർഡബിൾ ഫോർ ദെം, റൈറ്റ്? സോ വാട്ട് ഹാപ്പൻസ്? പീപ്പിൾ ടെൻ ടു ബൈ മോർ പ്ലാസ്റ്റിക്. ഓക്കെ, ആ ഒരു അല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് വീണ്ടും റീയൂസ് ചെയ്യാമെന്നുള്ള ടെൻഡൻസിയിൽ കൂടുതൽ ആൾക്കാർ വീണ്ടും കൺസ്യൂം ചെയ്യാനുള്ളൊരു പ്രവണത വളരെയധികം കൂടുതലാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് പോയിന്റ്സ്? വൈ ഡസ് ഇന്ത്യ ഹാവ് എ ലോട്ട് ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ? ഒന്ന് പോപ്പുലേഷൻ പറഞ്ഞു, പിന്നെ വേറെ എന്തൊക്കെയാണ്? തിങ്ക് അബൌട്ട് ഇറ്റ്. റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ കൂടുതൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ? Urban area. Why do you think it is so? ഏറ്റവും അധികം പ്ലാസ്റ്റിക്കിന് യൂസ് വരുന്ന അവിടെ, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് യൂസ് വരുന്ന അവിടെയാണ്. അതായത് urbanization actually has a link with plastic consumerism, അല്ലേ? നമ്മളൊരു urban ഏരിയയിലോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന പോലെ റൂറൽ ഇന്ത്യയിൽ നമ്മൾ മാക്സിമം പോയ ഒരു റേഷൻ കടയിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച്, മിക്ക ആൾക്കാരും സാധനങ്ങൾ ചിലപ്പോൾ കയ്യിൽ തന്നെ പൊതിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞായിരിക്കും നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ?
കൂടുതലും കവർ യൂസ് ചെയ്യാണ്ട് ഇവർ പേപ്പറിലൊക്കെ പൊതിഞ്ഞായിരിക്കും തരാം. വളരെ റെയർ ആയിട്ടാണ് ഈ കവർ സിസ്റ്റം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് റൂറൽ ഇന്ത്യയിൽ. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ നെസസിറ്റി. ഇപ്പം അവർക്ക് ടേക്ക് ഔട്ട്സ് വേണ്ട. അവിടെ ഇതിന് മാത്രം സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും ഇല്ല റൂറൽ ഇന്ത്യയിൽ. സോ അവർക്കിപ്പം എന്തെങ്കിലും പ്രോഡക്ട്സ് വീട്ടിലോട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പോയി കവറിൽ മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം. ഐ എം ജസ്റ്റ് കമ്പയറിംഗ് ദ സിനാരിയോസ് ബിറ്റ്വീൻ എൻ urban and rural India. But whereas in urban India, you see that the plastic exposure is very high. Exposure to that plastic is very high. So don't you think urbanization also has a direct link with plastic consumerism, right? Plastic consumerism ആ ഒരു ടെൻഡൻസിയിലോട്ട് ആ ഒരു urbanization എന്നുള്ളൊരു ഫാക്ടറും കൂടി it is adding to the entire concept. So population നമ്മൾ പറഞ്ഞു, urbanization പറഞ്ഞു. വേറെ എന്തൊക്കെയാണ്? What other points do you think is the contributor to plastic pollution in India? ഈ റീയൂസ്, റീസൈക്കിൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസും മെഷീനറീസും നമുക്കുണ്ടോ? എന്ത് ഫോളോ ചെയ്യാനുള്ള? ലൈക്ക് ഈ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്തെടുക്കാനും അതിന്റെ ഫോം മാറ്റാനും. Exactly. So we have great challenges when it comes to റീയൂസിങ്, റീസൈക്ലിംഗ് അല്ലേ? നമ്മുടെ ആ ഒരു സൈക്കിൾ എക്കണോമി എന്ന് പറയും, സൈക്ലിക് എക്കണോമി. എന്താണ് നമ്മുടെ സൈക്ലിക് എക്കണോമി ചെയ്യുന്നത്? അതായത് കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു, ആ എൻഡ് ഓഫ് ലൈഫ് വരെ യൂസ് ചെയ്തതിന് ശേഷം ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിനെ, ഈ ഒരു പ്ലാസ്റ്റിക്കിനെ വീണ്ടും അവർ യൂസബിൾ ആക്കി മാറ്റി വീണ്ടും മാർക്കറ്റിലോട്ട് വിടുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ പ്ലാസ്റ്റിക്, ആ ഒരു പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ പുതിയതായിട്ട് തന്നെ നടത്തുന്നതിന് പകരം ഉള്ളതിനെ തന്നെ അവർ വീണ്ടും ഷേപ്പ് മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ വീണ്ടും ഫിറ്റ് ടു യൂസ് ആക്കിയിട്ട് അവർ വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നു എക്കണോമിയിൽ. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ്? നമുക്ക് അങ്ങനത്തെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ എയ്ഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് വളരെ കുറവാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ആർ വേസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടു ഗ്ലോബൽ ലെവലിൽ തന്നെ വെറും 9% ഓഫ് വേസ്റ്റ് ആണ് റീസൈക്കിൾ ചെയ്യപ്പെടുന്നത്. സോ തിങ്ക് അബൌട്ട് ഇന്ത്യ സിറ്റുവേഷൻ. Okay, so that again is another challenge that this particular consumption pattern is just going in a single line, not in a circular economy. ആ സർക്യുലർ എക്കണോമി എന്താണ് ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല പ്ലാസ്റ്റിക്കിൻ്റെ കൺസംഷൻ പാറ്റേൺ പോകുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുന്നു, കത്തിക്കുന്നു. ഓക്കെ, ദർ ഇസ് നോ സർക്യുലർ എക്കണോമി ഇൻവോൾവ് ഹിയർ. സോ ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. നവീൻ എന്താ പറഞ്ഞേ? സിവിക് സെൻസിന്റെ വെരി ഗുഡ്. അവയർനെസ് ഏറ്റവും വലിയ പ്രശ്നമാണ്. ലാക്ക് ഓഫ് അവയർനെസ്, ലാക്ക് ഓഫ് സിവിക് സെൻസ്. യു ഗോ ടു എനി പ്ലേസ്, ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോയാൽ യു ക്യാൻ സീ, ഐ ഹാവ് നോട്ട് സീൻ ഇറ്റ് മച്ച് ഇൻ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ബട്ട് നോർത്തേൺ ഇന്ത്യയിൽ പോയാൽ ഇറ്റ്സ് എ വെരി കോമൺ സൈറ്റ് ദാറ്റ് യു സീ പീപ്പിൾ വുഡ് ഈറ്റ് സംതിങ്, പ്ലാസ്റ്റിക് ഒക്കെ എന്തെങ്കിലും പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ അങ്ങോട്ട് എറിയും. ദേ വുഡൻറ്റ് ഇവൻ മൈൻഡ് പുട്ടിങ് ഇറ്റ് ഇൻ ടു ദ ഡസ്റ്റ്ബിൻ. ഫർഗെറ്റ് അബൌട്ട് റീസൈക്ലിംഗ് ആൻഡ് ഫർഗെറ്റ് അബൌട്ട് വേസ്റ്റ് കളക്ഷൻ. അറ്റ്ലീസ്റ്റ് ആ വേസ്റ്റ് കറക്റ്റായിട്ട് ഡസ്റ്റ്ബിനിൽ വീണാലല്ലേ നമുക്ക് വേസ്റ്റ് കളക്ഷനെ കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ബട്ട് ദാറ്റ് ഓൾസോ പീപ്പിൾ ഡോണ്ട് ഡു. we've spoken about many hill stations where such pollution is very high. അവിടെയും ഈ പറയുന്നത് പോലെ എക്കോസിസ്റ്റം വളരെ ഫ്രജൈലാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റ് എക്കോസിസ്റ്റംസ് ആർ വെരി ഫ്രജൈൽ. ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെ ഇവിടെ എറിഞ്ഞ് അൺനെസസറി അവിടുത്തെ മൃഗങ്ങളെയും എക്കോസിസ്റ്റത്തിനെയും മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു പ്രവണത നമ്മുടെ എൻഡിൽ നിന്നും വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോലെ സിവിക് സെൻസ് ഓഫ് പീപ്പിൾ, ലാക്ക് ഓഫ് അവയർനെസ്, വെരി 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 സീരിയസ് ഇഷ്യൂ ആണ്. that people are unaware about the ills of plastic pollution, right? So that then what are the നമ്മളിപ്പം പറഞ്ഞ് പോയ പോയിന്റിൽ തന്നെ ചില പോയിന്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. കെൻ യു ടെൽ മീ? ഗവൺമെന്റ് മെഷേഴ്സ് എടുക്കാത്ത? ഗവൺമെന്റ് മെഷേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് മെഷേഴ്സ് എടുക്കുന്നില്ല എന്നല്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ. എക്സാക്ട്ലി, പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ. ഗവൺമെന്റിന് മെഷേഴ്സ് ഒക്കെ ഉണ്ട്. Okay, we have measures to combat plastic pollution. There are rules and regulations. There are legal acts that have been passed to safe നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷനെ കൗണ്ടർ ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം നടപ്പിലാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ആ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ
the law and the implementation of the law. There is a very stark difference between it. So that again is another issue. Implementation and proper overseeing of these mechanisms to overcome plastic pollution, that is not happening in our country, right? What other And recycling is not worth the hassle, recycling is not worth the work done. not worth the കേട്ടില്ല Work done. burden. Yes, ma'am. ബർഡൻ റീസൈക്ലിംഗ് ഇസ് നോട്ട് വർത്ത് ദ ബർഡൻ. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണോ പറയുന്നത്? Yes, ma'am. ദാറ്റ് ഓൾസോ യെസ്. പീപ്പിൾ ആ ഒരു വളരെ വാട്ട് ഇസ് ദെയർ ഇൻ യൂസിങ് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, വി റാദർ ബൈ എ ന്യൂ വൺ. റീസൈക്ലിംഗ് നമ്മളായിട്ട് പോലും ഒരു പ്രഷർ ഇതിലോട്ട് ഇടുന്നില്ല. ആർ വി കോൺഷ്യസ് അബൌട്ട് ഇറ്റ്? ഹൗ മെനി ഓഫ് യു ആർ നമ്മളിനി നെക്സ്റ്റ് ടൈം യുവർ മദർ ഓർ ഫാദർ or anybody in your extended family goes and purchases a plastic എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആസ്ക് ദം, ഇസ് ഇറ്റ് ആക്ച്വലി നെസസറി ദറ്റ് യു നീഡ് ടു ബൈ ഇറ്റ്? നമുക്കുള്ളത് തന്നെ റീസൈക്കിൾ ചെയ്തെടുത്താൽ പോരെ? നമ്മുടെ വീടുകളിൽ പല രീതിയിലുള്ള കുപ്പികളൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടാറുണ്ട്, റൈറ്റ്? നമ്മളിപ്പോൾ ജാംസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ചാറുകൾ യൂസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോറേജിന് കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് വി ഓൾറെഡി എവറി ഹൗസ് ഹോൾഡ് ഹാസ് ഓൾറെഡി certain amount of plastic, right? So instead of buying new and hoarding plastic, we can also tell them that let's not do it. നമ്മൾ ഉള്ളത് തന്നെ നമുക്ക് റീയൂസ് ചെയ്യുകയോ ഉള്ളത് തന്നെ നമുക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമ്മളും മുന്നോട്ട് വരണം. വി ആർ ഓൾസോ എയ്ഡിങ് കൺസ്യൂമറിസം. Okay, we are also ഇപ്പം Zomato and Swiggy has some interesting features like do not provide cutlery. നിങ്ങൾ കട്ട്ലറി പ്രൊവൈഡ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള, അതായത് കൺസ്യൂമറിസം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറയുന്നത് പോലെ ടിഷ്യൂ പേപ്പറോ സ്പൂൺസോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാസ്റ്റിക് സ്പൂൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് അതിൽ ഓപ്ഷനുണ്ട് ദറ്റ് യു ഡോണ്ട് ഹാവ് ടു ഓർഡർ കട്ട്ലറി എന്നുള്ളത്. നമ്മളിപ്പോൾ വീട്ടിലോട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ യു ഹാവ് സ്റ്റീൽ സ്പൂൺസ് അറ്റ് ഹോം, യു കെൻ യൂസ് ഇറ്റ്, റൈറ്റ്? സോ ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മെഷേഴ്സ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു മേക്ക് എ ബിഗ് ചേഞ്ച് ഫ്രം ആർ എൻഡ് ആസ് വെൽ. പിന്നെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ വേസ്റ്റ് കളക്ഷൻ, ഈ സെഗ്രിഗേഷൻ അല്ലേ? നമ്മുടെ വേസ്റ്റ് കളക്ഷൻ രീതി എങ്ങനെയാണ്? ഹൗ ഡു യു തിങ്ക് വേസ്റ്റ് ഇസ് കളക്റ്റഡ് ഇൻ മെജോറിറ്റി പാർട്ട് ഓഫ് ഇന്ത്യ? I think I once told you an example from Gujarat, right? Where I stay. അവിടെ വേസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് ഞാൻ കൊടുത്താലും എല്ലാം കൂടി അവർ ഒരുമിച്ചിടും. സോ ബിക്കോസ് ഞങ്ങൾ ബാംഗ്ലൂരിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ വേസ്റ്റ് സെഗ്രിഗേഷൻ ഫോളോ ചെയ്യാറുണ്ട് വേസ്റ്റ് കളക്ഷൻ്റെ സമയത്ത്. സോ വി ഹാവ് എ ഹാബിറ്റ് ഓഫ് സെഗ്രിഗേറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്, സെഗ്രിഗേറ്റിംഗ് ടോയ്ലറ്റ് സാനിറ്ററി വേസ്റ്റ്, segregating medical waste, all of it is segregated and ഓരോ ദിവസം ഓരോ വണ്ടിയാണ് വരുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു വണ്ടിയാണ് വരുന്നത്, ആൻഡ് ഫോർ ഫുഡ് വേസ്റ്റ് വേറൊരു വണ്ടിയാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂരിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ വെൻ ഐ വെൻറ്റ് ദെയർ, വാട്ട് ഐ ഡിഡ് വാസ് ഐ ബോട്ട് 2 waste bins, one for plastic waste and one for food waste, and I used to give them separately. അവരെല്ലാം ഒരുമിച്ചേ കളക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഐ യൂസ് ടു ഗിവ് ദം സെപ്പറേറ്റ്ലി, ആൻഡ് വാട്ട് ദേ ഡു ഇസ് ദേ ഡംപ് ഇറ്റ് ഇൻ ടു ദ സെയിം വേസ്റ്റ് ബിൻ. ആൻഡ് ഫൈനലി ദേ ടോൾഡ് മീ വൺ ഡേ, യു ഡോണ്ട് ഹാവ് ടു സേ വി ആർ നോട്ട് ഫോളോയിങ് ഓൾ ദാറ്റ്, യു ജസ്റ്റ് ഗിവ് ഇറ്റ് ടു അസ് ഇൻ വൺ, ഒരു കിറ്റിൽ തന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ വേർ വേസ്റ്റ് കളക്ഷൻ പ്രോസസ്സിൽ തന്നെ ഇപ്പോൾ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും കൂടി ഒരുമിച്ച് ഇട്ടാൽ ഡു യു തിങ്ക് പ്ലാസ്റ്റിക് ഈസ്, ഈ പറയുന്ന ആൾക്കാർക്ക് പ്ലാസ്റ്റിക് എടുത്ത് മാറ്റി അതിനെ റീസൈക്കിൾ ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്, റൈറ്റ്? പ്രോബബ്ലി ദി ഓൺലി പോസിബിലിറ്റി ഓഫ് ദാറ്റ് വേസ്റ്റ് ഇസ് ടു ഗോ ഇൻ ടു എ ലാൻഡ് ഫിൽ. whereas if you are properly segregating plastic waste and food waste, ആ ഒരു സെഗ്രിഗേഷനിൽ തന്നെ നമുക്ക് ഉറപ്പ് വരുത്താവുന്നത് there is a very high chance that this waste is going to be recycled, or this waste is going to a place where it is not going to do further pollution. അവരെന്തെങ്കിലും ചെയ്യും എന്നുള്ള പോസിബിലിറ്റി എങ്കിലും ഉണ്ട്. പക്ഷേ ഇഫ് യു ആർ കളക്ടിങ് ഓൾ ഓഫ് ദ വേസ്റ്റ് ടുഗെദർ, ഒരുമിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ചാൻസസ് ഓഫ് ദാറ്റ് വേസ്റ്റ്
റീസൈക്കിൾ ചെയ്യപ്പെടാനും റീയൂസ് ചെയ്യപ്പെടാനും it is very 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 meager. So waste collection is one of the biggest issues in India. കാരണം ഈ പറയുന്ന പോലെ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് കളക്ഷൻ സിസ്റ്റം, once this particular waste is collected, what is happening? It is going to landfills, okay, not sanitary landfills. Sanitary landfills എന്ന് പറഞ്ഞാൽ എന്താ, പ്രോപ്പർ മെക്കാനിസം ഒക്കെ ഉള്ള ലാൻഡ്ഫിൽസ്, അതായത് ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഫോർ ലാൻഡ്ഫിൽ, അവിടെ വളരെ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒക്കെ മിനിമം ആക്കി മാറ്റി വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ളതാണ് സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറയുന്നത്. പ്രോപ്പർ മെക്കാനിസംസ് ഉണ്ട് അവിടെ, ലീച്ചിങ് ഒക്കെ ഒഴിവാക്കാനും. ഈ ലാൻഡ്ഫിൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. ലീച്ചിങ് ഓഫ് ദ കണ്ടാമിനൻസ് ഇൻ ടു ദ ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ ഈ ഒരു ഭൂമിയിൽ വെൻ യു ആർ ഡംപിങ് വേസ്റ്റ് ഓൺ ടു ലാൻഡ്, വാട്ട് ഹാപ്പൻസ്? The pollution seeps into the soil and it finally goes into the groundwater. It pollutes the groundwater. അതിനാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ്, പൊല്യൂട്ടൻസ് താഴോട്ട് പോയി ഗ്രൗണ്ട് വാട്ടർ ടേബിളിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഗ്രൗണ്ട് വാട്ടർ അൾട്ടിമേറ്റ്ലി കൺസ്യൂം ചെയ്യുന്നത് ഇൻ ആൻഡ് അറൗണ്ട് ഏരിയാസിലുള്ള, ഈ ഏർബൻ ഏരിയാസിലുള്ള ആൾക്കാർ തന്നെയാണ്. സോ അഗൈൻ ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ് എ ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ആസ് വെൽ, റൈറ്റ്? പിന്നെ ഈ നമ്മുടെ പ്ലാസ്റ്റിക് ഇപ്പം ഓപ്പൺ ആയിട്ട് പുറത്ത് കിടക്കുകയാണെന്ന് കരുതുക, വെള്ളം ക്ലോഗ് ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് ഓൾസോ ഹാസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ക്ലോഗ് സീവേജസ് ആൻഡ് ഓൾ ദാറ്റ്. ഇങ്ങനെ ക്ലോഗ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് അവിടെ വരാൻ സാധ്യത? വെൻ ദർ ഇസ് സ്റ്റാഗ്നന്റ് വാട്ടർ, വാട്ട് ക്യാൻ ഹാപ്പൻ? What can happen when there is stagnant water? അത് ഒഴുകാതെ വന്ന് അവിടെ ഡംപായിട്ട് നിൽക്കരുത്. Yes, and what will further happen? അവിടെ ഇപ്പം വെള്ളത്തിനകത്തോട്ട് കിട്ടുന്ന ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും, എക്കോസിസ്റ്റം ഡാമേജ് ആവും. Okay. പിന്നെ ഈ പാർട്ടിക്കിൾ ഇറങ്ങും. Then what else can happen? നമ്മൾ ഈ മഴക്കാലത്ത് ഫ്ലൂ വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മഴക്കാലത്ത് പനികൾ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഡെങ്കു, മലേറിയ, all of this. What is the primary reason? Mosquitoes, right? Stagnant water ഉള്ള സ്ഥലത്ത് മസ്കിറ്റോസ് പെറ്റ് പെരുകും. And what happens eventually? Mosquitoes are going to infect us, right? There's a very high chance that ഈ പറയുന്ന plastic pollution will also lead to diseases. Fine. So we've covered majority of the points. I'll just quickly നമുക്ക് എന്തൊക്കെയാണ് reasons for high plastic. We've covered points that are not mentioned here as well. So rapid urbanization and population growth. India's growing population leads to increased garbage production and consumption. The issue is made worse by urbanization, which raises consumer demand for plastic packaging and goods, like we already discussed. Poor disposal facilities and practices, nammal waste collection karyam parnu, are reflected in India's waste management infrastructure, which is unable to handle the country's high waste volumes. There are more uncontrolled dumping sites than sanitary landfills. Sanitary landfills is actually വളരെ എക്കോസിസ്റ്റത്തിന് മിനിമം ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള ലാൻഡ്ഫിൽസ് ആണ് സാനിറ്ററി ലാൻഡ്ഫിൽസ്. ലീച്ചിങ് ഒക്കെ അവോയ്ഡ് ചെയ്ത് ലാൻഡ്ഫിൽസ് ഇടുന്നതാണ് സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത്? സാനിറ്ററി ലാൻഡ്ഫിൽസ് അല്ല, പകരം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡംപിങ് സൈറ്റ്, ഒരു ഡംപിങ് സൈറ്റ് ചൂസ് ചെയ്യുന്നു, അൺകൺട്രോൾഡ് ആയിട്ട് അവിടെ ഡംപ് ചെയ്യപ്പെടുന്നു. വെൻ ഐ വാസ് സ്മോൾ, ഞങ്ങളുടെ വീടിൻ്റെ ഒരു 3 to 4 kilometers കഴിഞ്ഞ് ഐ യൂസ് ടു ഗോ ഫോർ മാത്സ് ട്യൂഷൻ ടു എ certain place. അവിടെ ഒരു എൻ്റെ മാം, അവരുടെ ഹസ്ബൻഡ്, ആൻഡ് ഷീ ഹാഡ് എ വെരി സ്മോൾ ചൈൽഡ് ആൻഡ് ഷീ ഹാഡ് എ സൺ ആസ് വെൽ. അവരുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ ഒരു വലിയൊരു ക്വാറി, പണ്ടത്തെ ഒരു ക്വാറിയാണ്, എന്തോ കാര്യത്തിന് ദേ ഹാഡ് ഡഗ് ഇറ്റ് ഫോർ പർപ്പസ് ഓഫ് സ്റ്റോൺ ഓർ സംതിങ്, ആൻഡ് ദെൻ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എംപ്റ്റി. They started dumping waste into this particular quarry. അവർ വേസ്റ്റ് ഡംപ് ചെയ്ത് ഫൈനലി ഇറ്റ് ലുക്ക് ലൈക്ക് എ മൗണ്ട്. ഐ മൈസെൽഫ് സീൻ ആൻഡ് ഹൗ മച്ച് ഇറ്റ് യൂസ് ടു സ്റ്റിങ്ക് ഗോയിങ് ടു ദാറ്റ് പ്ലേസ്. ഐ സ്റ്റിൽ റിമെമ്പർ. മല പോലെ വേസ്റ്റാണ്, മല പോലെ ഫുഡ് വേസ്റ്റും
ഈ പറയുന്ന പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം കൂടി ഇട്ട് അതങ്ങനെ കുന്നുകൂടി കിടക്കുമായിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഹൗ ഓഫൻ ദിസ് ചൈൽഡ് യൂസ് ടു ഫോൾ സിക്ക് and how finally they had to sell the house and go from there. They had to shift from that place because of this landfill. അവർക്ക് ഒട്ടും അവിടെ താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് അവരത് ചെയ്തത്. സോ ഇമാജിൻ the situation of people that are residing around the landfill areas. And ഇവർ കൺസ്യൂം ചെയ്യുന്ന വാട്ടർ ഓൾസോ, ഇവർക്ക് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം പോലും ഈ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇവർ കൊടുക്കുന്നത് ഈ വെള്ളമാണ്, തിളപ്പിച്ച് ആണെങ്കിൽ പോലും. ഓക്കെ, ദേ ഹാവ് അതർ യൂസസ്. ഇപ്പം നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വരുന്ന ബോർവെൽ വെള്ളം തന്നെയാണ്. So imagine the situation when leaching is also happening. Waste ഇതിൽ നിന്ന് താഴോട്ട് പോയി എന്താ പറയുക, ഗ്രൗണ്ട് വാട്ടറിനെ ലീച്ച് ചെയ്ത് ഇതാണ് ആൾക്കാരിലോട്ട് എത്തിപ്പെടുന്നത്. ആൻഡ് ദേ ഫൈനലി ഫോൾ സിക്ക്. Okay, I've witnessed a family undergoing the torture of this landfill. And finally, after many years, very recently, this landfill was cleared. അതിപ്പം ഒരു പാർക്ക് ആക്കാൻ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലാൻഡ്ഫിൽ. മണ്ണൊക്കെ ഇട്ട് മൂടി അവർ കുറേയൊക്കെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ദ പ്ലൈറ്റ്. ഇപ്പോൾ നമുക്ക് കൊച്ചിയിലെ ലാൻഡ്ഫിൽസ് ഉണ്ട്. ഓക്കെ, കൊച്ചിയിൽ ലാൻഡ്ഫില്ലിൻ്റെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഡൽഹി ടു ഹരിയാന പോകുന്ന സമയത്ത് ഐ വിസിറ്റഡ് ബാക്ക് ഇൻ 2015 ഡൽഹി വിസിറ്റ് ചെയ്തത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഹൗ ഒരു പ്ലാറ്റു പോലെ, നമ്മൾ എക്സാക്ട്ലി ഹൗ വി സീ എ പ്ലാറ്റു, ഒരു ഹൈ ഇതിൽ ഒരു എന്താ പറയുക, വേസ്റ്റ് കുന്നുകൂടി കിടന്നിട്ട് ഒരു എന്താ പറയുക ടേബിൾ ലൈക്ക് സ്ട്രക്ചറിൽ വേസ്റ്റ് അങ്ങനെ കിടക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ഇറ്റ് റിസെമ്പിൾഡ് എ പ്ലാറ്റു. ആൻഡ് ഡൽഹി ടു ഹരിയാന പോകുന്ന ആ ഒരു റോഡിലാണ് ഡൽഹിയുടെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്താണ്. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലാൻഡ്ഫിൽസ് ഐ ഹാഡ് എവർ സീൻ. ഭയങ്കര വലിയൊരു ലാൻഡ്ഫില്ലായിരുന്നു അത്. സോ ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് urban areas. ഈ പറയുന്ന കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും ഈ വേസ്റ്റ് കളക്ടേഴ്സിനോ അല്ലെങ്കിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ വലിയ ധാരണയില്ല. സോ വാട്ട് ഹാപ്പൻസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡംപിങ് സൈറ്റ്സ് വളരെയധികം കൂടുന്നു. സാനിറ്ററി ലാൻഡ്ഫിൽസ് അല്ല ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് അഗൈൻ ഇസ് ആൻ ഇഷ്യൂ. There is a notable inefficiency gap between India's claimed waste collection rate. അതായത് ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത് 95% വേസ്റ്റും കളക്ട് ചെയ്യുന്നു എന്നാണ്. പക്ഷേ സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ട്രൂ റേറ്റ് ഇസ് 81%. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഇസ് മോസ്റ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് ഡൺ ബൈ ഇൻഫോർമൽ സെക്ടർ, നോട്ട് ഫോർമൽ സെക്ടർ. ഫോർമൽ സെക്ടറിലും കൂടുതൽ ഇൻഫോർമൽ സെക്ടറാണ് ഈ വേസ്റ്റ് കളക്ഷനിലൊക്കെ കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത്. അവർക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ കുറവാണ് ഇൻഫോർമൽ സെക്ടർ വരുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റിക്സിനേലും വളരെ വളരെ കുറവായിരിക്കും നമ്മൾ ആക്ച്വൽ വേസ്റ്റ് കളക്ഷൻ എത്ര ശതമാനമായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇസ് ഡൺ ബൈ ദി ഇൻഫോർമൽ സെക്ടർ. ഫൈൻ. Every year, India burns about 5.8 million tons of plastic garbage, which exacerbates pollution. Exacerbates as in increases pollution, releases harmful pollutants that are harmful to human health and the environment. Understanding the levels of plastic pollution is made more difficult by the large amount of plastic waste handled by the uncontrolled informal recycling sector that is not included in official figures. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഫോർമൽ സെക്ടറാണ് കൂടുതലും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, ഒഫീഷ്യൽ ഫിഗേഴ്സിൽ ഈ ഇൻഫോർമൽ സെക്ടർ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് പലപ്പോഴും വരാറില്ല. ഫൈൻ, ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ. What are the issues associated with mismanaged plastic waste in India? When plastic debris clogs rivers, flooding and marine contamination result. അതായത് റിവർ ക്ലോഗ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഇപ്പോൾ റിവറിൽ കൂടി ഒഴുകുകയാണ്, അങ്ങനത്തെ സമയത്ത് ക്ലോഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. പല സ്ഥലത്തും ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ലൈക്ക് വി ഓൾറെഡി ഡിസ്കസ്ഡ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫ്ലഡിങ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ ഇത് പോയി ഓഷ്യനിലൊക്കെ കയറുന്ന സമയത്ത് മറൈൻ കണ്ടാമിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ദിസ് പ്ലാസ്റ്റിക് ഇറ്റ് സ്റ്റേസ്. പ്ലാസ്റ്റിക് പെട്ടെന്ന് ഡിഗ്രേഡ് ആവില്ല അല്ലേ. ഇറ്റ് ടേക്സ് many years to have some amount of destruction, plastic. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു പൊല്യൂട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മൃഗങ്ങൾ കൺസ്യൂം ചെയ്താൽ ഇറ്റ് വിൽ
there are many cases of animals consuming plastic, cows and dogs etc. Cows especially, നമ്മൾ എവിടെ പോയാലും നമുക്ക് കാണാം കൗസ് ഗാർബേജ് ബിൻസിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് അവിടെ വേസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പ്ലാസ്റ്റിക്കും പോയി ഈ പാവപ്പെട്ട മൃഗങ്ങൾ തിന്നും. എന്നിട്ട് ഇവരുടെ വയറിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം ബ്ലോക്ക് തന്നെ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവർ ഈ പ്ലാസ്റ്റിക് കൺസ്യൂം ചെയ്യുന്നത്. ആൻഡ് what happens eventually, it ends the life of this particular animal. Same way ഇത് marine contamination contribute ചെയ്യുന്നുണ്ട്, damages aquatic life, and burning it, plastic burn ചെയ്യുമ്പോൾ pollutants ആണ് റിലീസ് ചെയ്യുന്നത്, ഡയോക്സിൻസ് ഒക്കെ പോലത്തെ ഒരുപാട് പൊല്യൂട്ടൻസ് റിലീസ് ആവുന്നുണ്ട്. ആൻഡ് ഇറ്റ് deteriorates the air quality. മൈക്രോ പ്ലാസ്റ്റിക്സ്, ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്സിൻ്റെ തന്നെ ചെറിയ 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 ഈ പ്ലാസ്റ്റിക്സ് ബ്രേക്ക് ഡൗൺ ആയി ചെറിയ എന്താ പറയുക അംശങ്ങളായിട്ട് ഈ എക്കോസിസ്റ്റത്തിൽ നിലനിൽക്കും. ആൻഡ് ദേ ഹാവ് ലോട്ട് മോർ സർവൈവൽ റേറ്റ്, കൂടുതൽ സർവൈവ് ചെയ്യും ബിക്കോസ് ഓഫ് ദ സൈസ് ഓഫ് ദാറ്റ്. ആ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ സൈസ് കാരണം തന്നെ ഒരു സർവൈവൽ റേറ്റ് കൂടുതലാണ്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരുപാട് ലോങ് ടേം ഹെൽത്ത് ഹസാർഡ്സ് ചെയ്യും, ഇൻക്ലൂഡിങ് ഗെറ്റിംഗ് ഇൻ ടു ഫുഡ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ കൂടി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്തും മൈക്രോ പ്ലാസ്റ്റിക്സ് ശരീരത്തിൻ്റെ ഉള്ളിൽ കയറാറുണ്ട്, ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലും. Plastic garbage increases the spread of diseases like dengue and malaria by providing breeding grounds for disease vectors. നമ്മൾ already discuss ചെയ്തു. Additionally, burning plastic emits toxins that are bad for your respiratory system. Plastic packaging waste has increased due to rapid growth of e-commerce, like we already told, Amazon, Flipkart, Swiggy, Zomato, all of it. Much of this garbage is difficult to recycle and ends up in landfills or as litter. കൂടുതലും റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അപ്പം ഇറ്റ് ഫൈനലി എൻഡ്സ് അപ്പ് ഇൻ ലാൻഡ്ഫിൽസ്. ആൻഡ് ചാലഞ്ചസ് ഇൻ റെഗുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, ലൈക്ക് വി ഓൾറെഡി ഡിസ്കസ്ഡ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ദെയർ ആർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പക്ഷേ ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ആക്ച്വലി ഫോളോഡ്, ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ദർ സംതിങ് കോൾഡ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് concept as well. It's called EPR, extended producer responsibility. So what exactly the government is doing is giving the burden of plastic production to the producer. അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഈ വേസ്റ്റ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ആണെങ്കിലും ആ പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ മൊത്തം മോണിറ്റർ ചെയ്യാനും അതിനുശേഷം ഈ പ്രോഡക്റ്റിനെ തിരിച്ച് റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും വീണ്ടും എന്താ എക്കണോമിയിലോട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത് പ്രൊഡ്യൂസറിനാണ്, അതായത് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി, EPR. ഗവൺമെൻറ്റിൻ്റെ ഒരു മെക്കാനിസമാണ്. പക്ഷേ ഈ EPR എത്രത്തോളം സക്സസ്ഫുള്ളി ഫോളോ ആവുന്നുണ്ട് എന്നൊക്കെയുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ challenges in regulation and enforcement. Effective waste management is hampered by problems with the extended producer responsibility scheme and inconsistent implementation of plastic waste restrictions. അതായത് ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ്. ഇപ്പോഴും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന പല സ്ഥലങ്ങളുണ്ട്. ഓക്കെ, പല സ്ഥലങ്ങളിലും ഒരു യൂണിഫോമിറ്റി ഇല്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് റെഗുലേഷൻ്റെ കേസിൽ എല്ലായിടത്തും ഒരേപോലെ ഒരു യൂണിഫോമിറ്റി, ദർ ഇസ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. That is again is another problem. Microplastics build up in soil, and as a result of plastic use in agriculture and poor wastewater treatment, it affects soil health and food safety. That again is another problem. Agriculture-lum ee parayna products damage cheyan sadhyadayundu, soil health destroy cheyan sadhyadayundu. Inadequate modern recycling technology makes it difficult to manage plastic garbage effectively, which we've already discussed, right? We have ആ ഒരു ഇന്നഡിക്വേറ്റ് റീസൈക്ലിംഗ് ടെക്നോളജി ഉള്ളത് നമുക്ക് വളരെയധികം ഒരു ചാലഞ്ച് തന്നെയാണ്. ആൻഡ് എഫേർട്സ് ആർ മെയ്ഡ് മോർ ഡിഫിക്കൾട്ട് ബൈ ദി ആബ്സെൻസ് ഓഫ് തറോ വേസ്റ്റ് ട്രാക്കിംഗ്. പ്രോപ്പറായിട്ട് എവിടെ നിന്നാണ് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്തത്, എങ്ങനെയാണ് ഈ വേസ്റ്റ് പോകുന്നത്, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ ഇങ്ങനെ ചുമ്മാ ഹോഡ് ചെയ്ത് കൊണ്ടുപോയി ലാൻഡ്ഫില്ലിലോട്ട് ഡംപ് ചെയ്യുകയാണ്. സോ വേ ഫോർവേഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് സർക്കുലർ എക്കണോമി, എംഫസൈസ് ഓൺ RRR, reduce, reuse, recycle. Okay, so from the beginning to the end നമ്മൾ ഈ പറയുന്ന റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ
കോൺസെൻട്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ സർക്കുലർ എക്കണോമി. സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, യൂസ് ടെക്നോളജി ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. AI ആയിട്ട് നമ്മൾ കൂടുതൽ AI ഇപ്പോൾ വരുന്ന സ്ഥിതിക്ക് യൂസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ് എക്സെട്ര. നമുക്കത് വളരെ എഫക്റ്റീവ് ആവും ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ വെയർ this particular issue is very persistent, right? Then to encourage plastic free living, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് അവയർനെസ് ക്യാമ്പയിൻസ് ഇൻ മൾട്ടിപ്പിൾ വെർനാക്യുലർ ലാംഗ്വേജസ്. അവരവരുടെ ഭാഷകളിൽ ഈ പറയുന്നത് പോലെ നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് പീപ്പിൾ ആർ അവെയർ അബൌട്ട് വാട്ട് ടു ഡു വിത്ത് ദിസ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഹാവ് ഹോൾ കമ്മ്യൂണിറ്റി വർക്ക്ഷോപ്സ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കരിക്കുലംസ് ഉണ്ടാക്കുക, പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ക്രിയേറ്റ് യങ് പീപ്പിളിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യുക ടു ബി മോർ ഇന്നോവേറ്റീവ് ആൻഡ് ഹൗ ദേ ക്യാൻ ഇന്നോവേറ്റീവ്ലി ഹാൻഡിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് കുട്ടികളോടും യങ്സ്റ്റേഴ്സിനോടും തന്നെ ചോദിക്കുക. ദാറ്റ് ഹൗ യു ക്യാൻ ഡു ഇറ്റ്. അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക കൂടുതൽ ഈ ഒരു പ്രോസസ്സിലോട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് there is no doubt in today's class. All clear? Clear, ma'am. Clear? Fine, then we'll wind up for the day. Okay guys, then thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.